ഫ്രണ്ട്സ് നമസ്കാരം, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലുകൾക്കും കൈയുടെ വിരലുകൾക്കും അതേ കണക്ക് തന്നെ ടെന്നീസ് എൽബോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ. ഓക്കെ, ചില ആൾക്കാരുടെ ഒരു വലിയ പ്രശ്നമാണ് ചിലപ്പോൾ ഈ വിരലുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദന, അതെനിക്ക് ഈ വിരൽ മടക്കാൻ പറ്റാതെ വരിക, അതേണക്ക് തന്നെ ഈ റെസ്റ്റിന്റെ പ്രശ്നങ്ങൾ, ടെന്നീസ് എൽബോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വ്യായാമങ്ങൾ കൂടി മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഈ വിരൽ തൊട്ട് ഈ കൈയുടെ ഈ ഒരു ഭാഗം വരെയുള്ള മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു കിട്ടത്തില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ആദ്യം നമ്മുടെ വിരലുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, വിരലുകൾ കൊണ്ടുവന്ന വേദനയൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഫിംഗറുകളെ നമുക്കൊന്ന് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ വിരലുകൾ ഇതേക്ക് ഞാൻ വെച്ചിരിക്കാൻ നടക്കുന്നത് സ്പ്രെഡ് ചെയ്ത് പിടിക്കുക. ഇതേപോലെ ഒന്ന് പരത്തി പിടിക്കുക, നല്ല സ്ട്രോങ് ആയിട്ട്. ഓക്കെ, ഇതേപോലെ. അതിനുശേഷം നിങ്ങൾ പതുക്കെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ലോക്ക് ചെയ്യുക. നിങ്ങളൊരു 10 സെക്കൻഡ് ഇതേ കണക്ക് തന്നെ ലോക്ക് ചെയ്യണം. ഓക്കെ, ലോക്ക് ചെയ്ത് പിടിക്കുക, 10 സെക്കൻഡ് ലോക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരിക. ഇതേപോലെ വീണ്ടും പതുക്കെ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്യുക. 2. ഓക്കെ, 10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യണം. വീണ്ടും ലോക്ക് ചെയ്യുക, വീണ്ടും ലോക്ക് ചെയ്യുക. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ വ്യായാമം. ഇങ്ങനെ നിങ്ങളൊരു 10 എണ്ണം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് എക്സസൈസിലോട്ട് പോവാം. അതും നമ്മുടെ വിരലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൈ ഇതേ കണക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് പിടിക്കുക വിരലുകൾ. ഓക്കെ, ഇതേ കണക്ക് പരത്തി പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേ കണക്ക് ലോക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു പൊസിഷൻ. കണ്ടോ, ലോക്ക്. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും സ്പ്രെഡ്, ലോക്ക്, സ്പ്രെഡ്, ലോക്ക്. നിങ്ങളുടെ വിരലുകൾ, ഫിംഗറുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ലോക്ക്, സ്പ്രെഡ്, ലോക്ക്. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഫിംഗറുകൾക്ക്, വിരലുകൾക്ക് വേണ്ടി ചെയ്യുന്ന 2 എക്സസൈസുകൾ. നമുക്ക് നമ്മുടെ ഈ റെസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ഈ റെസ്റ്റ് ഭാഗത്തെ സ്ട്രോങ് ആക്കാനുള്ള എക്സസൈസുകൾ നോക്കാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് പിടിക്കാം. ഓക്കെ, ഇതേപോലെ ഞാൻ ഈ കൈ വെച്ചിരിക്കുന്ന കണക്ക് പിടിച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, 2. ഇതേ കണക്ക്. ഓക്കെ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇതേ കണക്കും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടേതായി ഈ എൽബോയുടെ നിങ്ങളുടെ ഈ റെസ്റ്റിന്റെ ഭാഗം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കും. ഇവിടെ നല്ലൊരു സ്ട്രെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഈ വിരലുകൾക്കും ഈ റെസ്റ്റിനും ഒക്കെ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായമായി വരുന്നതോറും നമുക്ക് ഈ വെയിറ്റുകളൊക്കെ എടുത്ത് പൊക്കാനുള്ള ഈ പ്രശ്നങ്ങൾ, നമുക്കിപ്പം അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കണമെങ്കിലോ ഒക്കെ ഇങ്ങനെയുള്ള എക്സസൈസുകൾ നമ്മളെ വളരെയേറെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതേ കണക്ക് നിങ്ങൾക്ക് പതുക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഈ റെസ്റ്റിന്റെ ആ ഒരു പവർ വർദ്ധിപ്പിക്കും. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഫോറാംസിന് വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യാം. ഫോറാംസ് മസിൽ എന്ന് പറയുന്നത് ഈ ഒരു മസിലാണ്. ഓക്കെ, ഇവിടുത്തെ ഈ മസിലാണ്. അപ്പം ഇതിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാം. അപ്പം ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ടെന്നീസ് എൽബോയുടെ ഒക്കെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ഇതേ കണക്ക് പിടിക്കാം. പിടിച്ചതിന് ശേഷം ഇതേപോലെ കണ്ടില്ലേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ ഒരു വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ 2 കൈ കൊണ്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൈ നിവർത്തി വെച്ചതിന് ശേഷം അടുത്ത കൈ എടുത്തിട്ട് ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. 1, 2, 3. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് നമ്മുടെ ഈ കൈയുടെ മുട്ട് വരെയുള്ള ഭാഗം നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. ഓക്കെ, ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. ഇങ്ങനെ സ്ട്രെച്ച് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ടെന്നീസ് എൽബോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുട്ടിനൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് ഇതാണ്. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ സൈഡിലോട്ട് ഇതേ കണക്ക് 1,
2 3 4 5 ഇത് കണക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം 1 2 3 4 5 ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊരു 10 വെച്ചിട്ട് തുടക്ക സമയത്തൊക്കെ ഒരു 10 വെച്ച് ചെയ്താൽ മതിയാവും. അധികം ഒന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം ഇങ്ങനെ കൈ സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക. പതുക്കെ 1 2 3 ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റെസ്റ്റ് ഭാഗത്തിനും അതേ കണക്ക് തന്നെ ഫോർ ആംസിന്റെ മസിൽസിനും നല്ല രീതിയിൽ സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതിനൊക്കെ മുഷ്ടി ചുരുട്ടി പിടിക്കുക. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇതിനൊക്കെ മുഷ്ടി ചുരുട്ടി പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ചെയ്തോളുക. 1 2 3 4 ഇത് നമ്മളൊരു 5 നമ്പറൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ഇവിടെ നല്ലൊരു പെയിൻ അനുഭവപ്പെട്ട് തുടങ്ങും. ഓക്കെ, ഇവിടെ നല്ലൊരു പെയിൻ അനുഭവപ്പെട്ട് തുടങ്ങും. കാരണം വെച്ചാൽ അവിടുത്തെ മസിൽസ് ആക്ടിവേഷൻ ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 ഓക്കെ, ഇതാണ് നിങ്ങൾ ഒരു 10 ചെയ്യുക. എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേ കണക്കൊരു പേപ്പർ എടുത്ത് ഒന്ന് ഇതേ കണക്കൊന്ന് മടക്കി നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. ഓക്കെ, ഒരു ചെറിയ പേപ്പർ മതി. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കൈകളുടെ വിരലുകൾ ഇതേ കണക്ക് പിടിക്കുക. ഓക്കെ, പേപ്പറിനകത്ത് ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ പേപ്പർ ഇത് കണക്ക് റബ്ബ് ചെയ്യാൻ പോവുകയാണ്. ഇത് കണക്ക് കൈ മടക്കരുത്. ഓക്കെ, കൈ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഇതേപോലെ റബ്ബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് എത്ര സമയം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്ര സമയം നിങ്ങൾക്ക് ഇതേ കണക്ക് റബ്ബ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നിങ്ങളുടെ വിരലുകളും നിങ്ങളുടെ അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഫോർ ആംസിന്റെ മസിൽസും നല്ല രീതിയിൽ സ്ട്രോങ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇതേപോലെ കൈ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ ചെയ്യുക. നല്ല എക്സസൈസ് ആണിത്. കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നിങ്ങളുടെ വിരലുകൾക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫോർ ആംസിന്റെ മസിൽസിനും വളരെ നല്ല ഒരു സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഓക്കെ, ഇതേ കണക്ക് റബ്ബ് ചെയ്യുക. അപ്പം നിങ്ങളെ കൊണ്ട് മാക്സിമം എത്ര സമയം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്ര സമയം ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഈ വിരലുകൾ തൊട്ട് അതേപോലെ തന്നെ ഫോർ ആംസ് മസിൽ, ടെന്നീസ് എൽബോ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസുകൾ, നിങ്ങളുടെ കൈകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടുന്ന വ്യായാമങ്ങളാണ്. അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്.